ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മളുടെ പേഷ്യൻറ്റ് നമ്മുടെ ഹോം കെയറിൽ നമ്മൾ കെയർ ചെയ്യുന്ന പേഷ്യൻറ്റിന് എന്തെങ്കിലും റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉള്ള ആളാണ്. ഇപ്പോൾ COPD പോലുള്ള എന്തെങ്കിലും അസുഖമുള്ള ആളൊക്കെ ആണെങ്കിൽ അവർ മിക്കവാറും CPAP അല്ലെങ്കിൽ BiPAP വീട്ടിൽ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ മാമ യൂസ് ചെയ്യുന്നത് CPAP ആണ്, ഫിലിപ്സിൻ്റെ റെസ്പിറോണിക്സ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫിൽട്ടർ ചേഞ്ച് ചെയ്യുന്നതും പിന്നെ എന്താ പറയുക മാസ്ക് ക്ലീൻ ചെയ്യുക, പിന്നെ ഹ്യൂമിഡിഫയറിൽ വെള്ളം ചേഞ്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം ഞാൻ അതൊക്കെ എങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് 2 ആഴ്ച കൂടുമ്പം ഒരിക്കലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക മോണിറ്ററിൽ നമുക്ക് വാർണിംഗ് കാണിക്കും കേട്ടോ ചേഞ്ച് ചെയ്യാനായിട്ട്. മാസ്ക് നമ്മൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും ക്ലീൻ ചെയ്യണം. അതിനകത്ത് കുറേ ഡേർട്സ് ഒക്കെ വന്ന് ഇരിക്കും അല്ലാന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എൻ്റെ മെഷീൻ്റെ റൈറ്റ് സൈഡിലാണ് ഫിൽറ്റർ ഇരിക്കുന്നത്. ഇതുപോലൊരു ക്യാബിൻ പോലൊരു സംഭവം ഉണ്ടാവും. നമുക്കത് ജസ്റ്റ് ഒന്നിങ്ങനെ പുള്ള് ചെയ്യുമ്പോൾ തന്നെ തുറന്ന് വരും. അതിനകത്താണ് നമ്മുടെ മെമ്മറി കാർഡും അതുപോലെ തന്നെ ഫിൽറ്ററും ഉണ്ടാകും. മെമ്മറി കാർഡിൽ നമ്മൾ ടച്ച് ചെയ്യൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീൻ്റെ സെറ്റിങ്സ് മുഴുവൻ ഡോക്ടേഴ്സ് ആയിരിക്കും ചെയ്തിരിക്കുന്നത്. നമ്മൾ ക്ലീൻ ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതുപോലെയാണ് ഫിൽറ്റർ വരുന്നത്. 2 ഡബിൾ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാട്ടോ നമ്മുടെ പേഷ്യൻറ്റിന് എയർ കിട്ടുന്നത്. അപ്പോൾ ഈ ട്രേ ആണ് നമ്മളെപ്പോഴും ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാണ് പഴയതും പുതിയതും ട്രേ തമ്മിലുള്ള വ്യത്യാസം. പഴയതിനകത്ത് കുറച്ച് കളർ ഡിഫറൻസ് ഉണ്ടല്ലേ, അതിനകത്ത് ഫുൾ ഡേർട്ട് ഉണ്ടാകും. അപ്പോൾ ഇതാണ് പുതിയത്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേ മാത്രമാണേ. ഇതുപോലെ നമ്മൾ ട്രേ എടുക്കുക. അതിനുശേഷം ട്രേയുടെ എന്താ പറയുക നാരോ ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മളുടെ ഈ ഹോൾഡറിൻ്റെ വൈഡായിട്ടുള്ള ഭാഗം നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്യാണ് ചെയ്യണേ. യൂഷ്വലി നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളതുപോലെ വെച്ചിട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം നമ്മളങ്ങ് സ്ലൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് ഇരുന്നോളും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരൊറ്റ പീസായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളെങ്ങനെയാണോ നമ്മൾ ഊരിയെടുത്തത് അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക മെഷീൻ്റെ അകത്തേക്ക്. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മൾ എന്താ പറയുക ഫിൽറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് സിറ്റിംഗ് ആയിട്ട് ഇരുന്നോളും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമിഡിഫയറിൽ ഉണ്ടാകും ഇതിനകത്ത്. അപ്പം ഈ എയർ എന്ന് പറയുന്നതും ഹ്യൂമിഡിഫൈ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ വെള്ളം നമ്മൾ ഡെയിലി ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ മെഷീൻ ഓൺ ആക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓൺ ആകും. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആയിക്കോളും. പിന്നെ ഈ നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ട്രേ ഇരിക്കുന്ന ക്യാബിനും ഇതുപോലെ എന്തെങ്കിലും ബട്ടണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. അത് നമ്മൾ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ഞാനിങ്ങനെ എന്താ പറയുക ഒരു എന്താ പറയുക ബട്ടൺ തന്നെയാണ്. അതിങ്ങനെ പുള്ളി ചെയ്യണ സമയത്ത് നമുക്ക് ആ ട്രേ പുറത്തോട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാണ് മാസ്കിൻ്റെ സ്ട്രിപ്സ് നമ്മൾ ആദ്യം ഒരു മാറ്റുക മാസ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്തിന്. അതുപോലെ തന്നെ ഈ ട്യൂബിങ്സ് അതും നമ്മളിങ്ങനെ ഊരി മാറ്റണം കേട്ടോ. ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് തന്നെത്താനെ ഊരി ഇങ്ങ് പോന്നോളും. അതിനുശേഷം മാസ്കിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. ഇതൊരു സിലിക്കോണിൻ്റെ പാഡാണ്. പേഷ്യൻറ്റിൻ്റെ ഫോർഹെഡ് വരുന്ന ഭാഗത്ത് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മളൊരു ക്ലിപ്പ് പോലെ കേട്ടോ. അതും ഇങ്ങനെ അഴിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ മാസ്കും നമ്മൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെ എന്താ പറയുക ആ ഒരു ഹോൾഡറിൽ നിന്ന് നമ്മളിങ്ങനെ കെയർഫുള്ളായിട്ട് നമ്മൾ വലിച്ച് ഊരിയെടുക്കണം കേട്ടോ. കെയർഫുള്ളായിട്ട് ചെയ്യണം, പതുക്കെ സോഫ്റ്റായിട്ട് ചെയ്യണം, ഒടിഞ്ഞൊന്നും പോകരുത്. എന്നിട്ട് ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ള കേട്ടോ. ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ നോർമൽ സലൈനിൽ തന്നെയാണ്. ഇവിടെ ഈ സ്ക്രബ് മാമയുടെ മാസ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇവർ യൂസ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക സാബുവിൻ്റെ ലോഷനിൽ കുറേ അധികം വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യണേ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ നിന്നിരുന്ന ബാബയുടെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെറ്റ് വൈപ്സ് വെച്ചിട്ടാട്ടോ ഞാൻ ക്ലീൻ ചെയ്യണ്ടായിരുന്നു. ഇങ്ങനെ സാബൂൻ ഇട്ടിട്ട് ഇങ്ങനെ വാഷ് ചെയ്യണ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മാമയുടെ മോൾ എന്നോട് കാണിച്ചു തന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് ഫോളോ ചെയ്യണേ. ഇങ്ങനെ തന്നെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഏത് വീട്ടിൽ പോയാലും അവിടെയുള്ള ആളുകൾ ഇപ്പം നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന നേഴ്സാണെങ്കിൽ അവർ അല്ലെങ്കിൽ അവിടുത്തെ വീട്ടുകാർ നമുക്ക് കാണിച്ചു തരും എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മളതനുസരിച്ച് നമ്മളതങ്ങ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ മാസ്കിൻ്റെ എല്ലാ ഭാഗവും ഞാനിങ്ങനെ ക്ലീൻ ചെയ്യും. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ ഇവിടെ ശരിക്കും കാണാൻ പറ്റും കേട്ടോ, ഡേർട്സ് ഒക്കെ ഇരിക്കണേ. അപ്പോൾ പേഷ്യൻ്റ് റിലേറ്റീവ്സൊക്കെ ഇടയ്ക്ക് വരുന്ന സമയത്ത് മക്കളൊക്കെ ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുക. 2 ആഴ്ച അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് സൺലൈറ്റിൽ വെച്ചിട്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ എവിടെയെങ്കിലും വെള്ളം തോർന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുക. അതിനുശേഷം പിന്നെ ഇതെന്താ പറയുക വൈകിട്ടാവുന്ന സമയത്ത് നമ്മൾ പേഷ്യൻറ്റിന് വെക്കുന്നതിന് കുറച്ച് മുന്നേ നമ്മളൊന്നുകൂടെ ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ എന്താ പറയുക
സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യാട്ടോ ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഭാഗവും നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാനിവിടെ ക്ലീൻ ചെയ്യാറുള്ളത്. നമ്മൾ ചെല്ലുന്ന വീട്ടിൽ നമുക്ക് കാണിച്ചു തരും കേട്ടോ നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട, അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ മിക്ക ആളുകൾക്ക് അറിയാവുന്നതായിരിക്കും പേഷ്യൻ്റ് കെയറിലിരിക്കുന്നത്. ചില ആളുകൾക്ക് അറിയണ്ടാവില്ല. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇത് കണ്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ഇപ്പോൾ സെയിം മെഷീൻ അല്ലെങ്കിൽ കൂടിയും ഏകദേശം എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾക്ക് ഇപ്പം നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡ്യൂട്ടിയിൽ വരുന്നതായിരിക്കും ഇത്. ചിലപ്പോൾ ആദ്യത്തെ ഡ്യൂട്ടിയിൽ തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും അറിയില്ലാത്ത മാതിരി നിൽക്കണ്ടല്ലോ. ഇപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞു തരും കേട്ടോ. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് ഞാൻ വയ്ക്കുകയാണ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ഫിൽറ്ററിൽ ഹ്യൂമിഡിഫയറിലൊക്കെ ചേഞ്ച് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് നോർമൽ സലൈൻ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ മിനറൽ വാട്ടറാണ് യൂസ് ചെയ്യണത്. അത് കുടിക്കാനാണെങ്കിലും ഇപ്പോൾ ഈ ഹ്യൂമിഡിഫയറിലൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്യണത് എന്താ പറയണേ നമ്മുടെ മിനറൽ വാട്ടർ ആട്ടോ. അപ്പോൾ നമ്മളതും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കണം. അതിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്നുള്ളതൊക്കെ നമുക്ക് പോയിൻ്റൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് എപ്പോഴും മിനിമത്തിനേക്കാൾ കുറച്ചുകൂടെയൊക്കെ മുകളിൽ വയ്ക്കുക. കാരണം നമ്മൾ മാക്സിമം ഒന്നും ഫില്ല് ചെയ്യേണ്ട, നമ്മൾ ഡെയിലി ചെയ്യല്ലേ. നമ്മളിത് തിരിച്ച് നമ്മളിതുപോലെ തന്നെ നമ്മൾ വെള്ളം നമ്മൾ വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി ഞാനിത് എങ്ങനെയാണ് തിരിച്ച് ജോയിൻ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാസ്ക് ഇപ്പോൾ എൻ്റെ മാഡം വാങ്ങുന്നത് ആമസോണിൽ നിന്നാണ് ഇതിൻ്റെ എന്താ പറയുക ഫിൽറ്ററൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഫിൽറ്റർ ട്രേ ആണ് കൂടുതൽ ഉണ്ടാകുന്നത്. അതിൻ്റെ ഹോൾഡർ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആ ഒരു ഹോൾഡർ നമ്മൾ ത്രോ ചെയ്ത് കളയരുത് കേട്ടോ. നമ്മളെപ്പോഴും രണ്ടാമത് ചെക്ക് ചെയ്യണം ഇതിലേതാണ് കൂടുതലുള്ളതെന്നുള്ളത്. മിക്കവാറും വരുന്നത് ട്രേ മാത്രമാണ് കൂടുതൽ വരെ. ഹോൾഡർ ഒരു 3ഓ 4ഓ ഒക്കെ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ മാമയുടെ പില്ലോടെ മേളിൽ ഒരു ടവലൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ പറഞ്ഞ മാതിരി മാസ്ക് നമ്മളിങ്ങനെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ടവലാണ്. എന്നിട്ട് ആ മാസ്കൊക്കെ നമ്മൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വെക്കുക കേട്ടോ ചെയ്യണത്. എന്നിട്ട് വൈകുന്നേരം മാമ കിടക്കുന്നതിന് കുറച്ച് മുന്നേ വന്നിട്ട് ഞാനിതെല്ലാം തിരിച്ച് കണക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇതൊക്കെ എനിക്ക് ഇവർ തന്നെ കാണിച്ചു തന്നിട്ട് ഇവിടെ മാമയുടെ മോള് തന്നെ ഇങ്ങനെ വെള്ളം തട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ വെക്കണം എന്നൊക്കെ ഇവർ തന്നെയാണ് കാണിച്ചു തന്നത്. അപ്പോൾ എളുപ്പമാണ്, നമുക്കതങ്ങ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് വെള്ളം ഡ്രൈ ആവട്ടെ. അതിന് ശേഷം ഞാനിത് എങ്ങനെയാണ് തിരിച്ച് ഫിക്സ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചെയ്യുന്ന സമയത്ത്. ഇനി ഇത് തിരിച്ച് ഫിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മളെല്ലാം പല പല പാർട്സ് ആയിട്ടാണല്ലോ വെച്ചിരിക്കണേ. നമ്മളെങ്ങനെയാണോ ഇതെല്ലാം റിമൂവ് ചെയ്തത് അതുപോലെ തന്നെ കേട്ടോ തിരിച്ച് ഫിക്സ് ചെയ്യണത്. ഇപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, നമ്മളിതിങ്ങനെ എല്ലാം ക്ലിപ്പാണ്. നമ്മളിതെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ക്ലിപ്പ് കറക്റ്റായിട്ട് ഇരിക്കും. ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാനും പറ്റും. ടെക്നൊരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അത് ലോക്കായി എന്നുള്ളത്. അതുപോലെ തന്നെ ഇതും ഈ സിലിക്കോണിൻ്റെ ഈ ഒരു പാഡും എന്ന് പറയുന്നതും ക്ലിപ്പാണ് കേട്ടോ. അത് നമ്മൾ ആ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു പ്ലേസിലേക്ക് ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ കയറ്റി ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത് ആദ്യമൊക്കെ വന്ന സമയത്ത് ഞാനിങ്ങനെ ഒന്ന് ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ക്ലിയർ ആയിട്ട് വന്നു കേട്ടോ. ഇതെല്ലാം എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് നമ്മൾ യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്യൂബിങ്സ് നമുക്ക് ഇങ്ങനെ കയറ്റുമ്പോഴത്തേക്കും ഇതൊരു ടിക്ന്നൊരു സൗണ്ട് നമുക്ക് എല്ലാത്തിലും കേൾക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ലോക്കായിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ട്രിപ്സ് നമ്മൾ വെച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഹാർഡായിട്ടുള്ള ഭാഗം എപ്പോഴും പുറത്തും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം പേഷ്യൻറ്റിനെ ഫേസ് ചെയ്തും വരണം. അതുപോലെ തന്നെ മാസ്കിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്കാട്ടോ നമ്മൾ എന്താ പറയുക ഈ സ്ട്രിപ്സ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ വെൽക്രോ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ CPAPൻ്റെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ആഴ്ചയിൽ 2 ദിവസം മാമ കുളിക്കുന്ന ദിവസം മൺഡേയും തേഴ്സ്ഡേ ആണ്. അപ്പോൾ ആ 2 ദിവസങ്ങളിലാണ് ഞാനിത് ക്ലീൻ ചെയ്യണത്. അപ്പോൾ നമ്മളത് മറന്നു പോകാതെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഡേ ഓർമ്മയുണ്ടാവുമല്ലോ. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി കുറേ ജോലി സാധ്യതകളൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എൻക്വയറീസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ അവസാനം എൻ്റെ ഇൻസ്റ്റ ID കൊടുക്കുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.